ഹായ് ഗായ്സ്, വെൽക്കം ടു ക്രിഷ് ടോക്സ്. സീരിയൽ എപ്പിസോഡുകൾ ചുരുക്കത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ദിവസം അലീന മനുവേട്ടനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് എപ്പിസോഡ് അവസാനിച്ചിരുന്നത്. മനു അലീനയോട് അവിടെയുള്ള വിശേഷങ്ങളും പപ്പ എങ്ങനെയാണ് നിന്നോട് ഇഷ്ടമാണോ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, പപ്പയ്ക്ക് കുറച്ച് പട്ടാളച്ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. ഇവിടെയുള്ള അടുക്കളയ്ക്ക് കയറാൻ പോലും എനിക്ക് അനുവാദമില്ല. മനു അപ്പൊ അലീനയോട് ചോദിക്കുന്നുണ്ട്, ഒരു വീട് മൊത്തം നോക്കിയിരുന്ന നീ അവിടെ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞത് നിനക്ക് പറ്റുന്ന കാര്യമാണോ? അല്ല മനുവേട്ടൻ, ഞാൻ ഇവിടെ ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ തിന്നും കുടിച്ചു ഇരുന്ന് തുരുമ്പെടുത്ത് പോവാണ്. മനു അപ്പൊ അലീനയോട് എന്നാ ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ അലീന പറയുന്നുണ്ട്, എന്തിനാണ് മനുവേട്ടൻ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഞാനങ്ങനെ വെറുതെ വരല്ല, ഞാൻ വന്നിട്ട് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോരാം. വരുമ്പോ കയ്യിലൊരു താലിയും ഒരു കല്യാണ സാരിയും അത്രയൊക്കെ പോരെ. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാതായിട്ട് നാണാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അലീന മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടൻ ഇടയ്ക്കൊന്ന് അച്ഛൻ്റെ അടുത്ത് വരെ പോയിട്ട് വരണം. ഞാൻ അവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് കുട്ടികൾ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കുന്നുണ്ടാവില്ല. മനുവേട്ടനൊന്ന് പോയിട്ട് തിരക്കിയിട്ട് വന്നാൽ എനിക്ക് അത്രയും ആശ്വാസമായിരിക്കും. മനു അപ്പൊ എന്നാ നാളെ തന്നെ പോയിട്ട് അങ്കിളിനെ കാണാമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, പോയി കണ്ടിട്ട് എന്നോട് വിളിച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയണേ. അതും പറഞ്ഞ് അവിടെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന കൃഷ്ണയും ബബിതയുമാണ്. അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. എന്നാൽ അലീന ചേച്ചിയുടെ ഫോട്ടോസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ, എന്താ അയക്കാതെ? ഇതൊക്കെ കേട്ടിട്ടാണ് വൈജയന്തി അവിടേക്ക് കടന്നു വരുന്നത്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല കൊച്ചുങ്ങളെ, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഇവിടെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? വൈജയന്തി ഒരു നിലയ്ക്കും ബാലചന്ദ്രനും മക്കൾക്കും സ്വസ്ഥത കൊടുക്കാത്ത അവസ്ഥയാണ്. ഞങ്ങൾ ഇതുവരെ പഠിക്കുക തന്നെ ആയിരുന്നു. ഒരു അരമണിക്കൂറാണ് ഞങ്ങൾ ബ്രേക്ക് എടുത്തത്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ബബിതയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ബബിത വൈജയോട് ദേഷ്യപ്പെടാൻ നിൽക്കുമ്പോഴേക്കും കൃഷ്ണമോൾ അത് തടഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പഠിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് വൈജയന്തി ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്താണ് മനു വീട്ടിലേക്ക് എത്തുന്നത്. മനു വരുന്നത് കണ്ടിട്ട് കൃഷ്ണമോൾക്കും ബബിതയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അവർ മനുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുക. ബബിത ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടൻ ഈയിടെയായിട്ട് ഇങ്ങോട്ടൊന്നും വരാത്തി? ഓ, അലീന ചേച്ചി ഇല്ലാത്തതുകൊണ്ടാണോ? മനു അപ്പോ അതൊരു കാരണമാണ്, പിന്നെ നിങ്ങളൊക്കെ ഇവിടെ കാണാനില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളിവിടെ ഓക്കെ അല്ലേ? എന്താ അങ്കിളിന്റെ ആന്റിന്റെ ഒക്കെ വിശേഷം? അവർ തമ്മിൽ സംസാരം വല്ലതും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് സംസാരമൊന്നുമില്ല. പിന്നെ അമ്മയുടെ കാര്യം അറിയാലോ, അമ്മ നാക്ക് ചൊറിഞ്ഞു വരുമ്പോൾ അച്ഛനോട് എപ്പോഴെങ്കിലും വഴക്കടിക്കും. അച്ഛൻ അതിനുള്ള മറുപടി കൊടുത്താൽ പിന്നെ കുറച്ച് ദിവസത്തേക്കും കൂടി വന്ന ഒരാഴ്ചത്തേക്കൊക്കെ മിണ്ടാതിരിക്കുന്നതും കാണാം. അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞു മനുവിനെയും കൂട്ടി അവരകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ വൈജയന്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു. മനു അകത്തേക്ക് കയറണ താമസം വൈജയന്തി അവളുടെ കുത്തുവാക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്താ മനു, നീ എന്റെ വീട്ടിലോട്ടുള്ള വഴിയൊക്കെ മറന്നു? ഓ, നിന്റെ പ്രിയപ്പെട്ട അലീന ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കില്ലേ ഇങ്ങോട്ടൊന്നും വരാത്തത്? ഇത് കേൾക്കുന്ന സമയത്ത് മനുവിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട്, ആന്റി, ഒരാള്, അതായത് വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന ഒരാൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ കുറച്ച് ആദ്യത്തെ മര്യാദകളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. സുഖവിവരം അന്വേഷിക്കാം, കയറിയിരിക്കാൻ പറയാം. ഇതൊന്നും ചെയ്യാതെ ആന്റി എന്തിനാ ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞ് ആരംഭിക്കുന്നത്? ഫുള്ള് നെഗറ്റീവ് ആണല്ലോ ആന്റി എപ്പോഴും. ആന്റി നല്ലൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നത് നന്നായിരിക്കും. ആന്റിക്ക് നാക്കിന്റെ ചൊറിച്ചിൽ നല്ലോണം കൂടിയിട്ടുണ്ട്, അതൊന്ന് മാറിക്കിട്ടാൻ നല്ലതായിരിക്കും. എന്താ മനു, നീ എന്നെ പഠിപ്പിക്കാനായോ? നിന്റെ അച്ഛനും അമ്മയും വീട്ടുകാരും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, പിന്നെയാണോ നീ? ആന്റി പറയുന്ന ഈ ഭാര്യ എന്നുള്ള കാര്യം എപ്പോ മുതൽ തുടങ്ങി? അങ്കിൾ എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. അയാൾ അങ്ങനെ പറഞ്ഞത് കരുതി ഭാര്യ ഇല്ലാതിരിക്കോ? ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ആന്റിക്ക് തോന്നുമ്പോൾ ഇറങ്ങി പോവുകയും അവിടെ ഇവിടെയും കറങ്ങി തോന്നുമ്പോൾ കയറി വരികയും ചെയ്യുന്നതാണോ ഒരു ഭാര്യ? ആന്റി ശരിക്കും വിഡ്ഢിയാണോ, അത് വിഡ്ഢിയായിട്ട് അഭിനയിക്കുകയാണോ? അങ്കിളും മക്കളും ഞാനും എന്റെ വീട്ടുകാരൊക്കെ ആന്റിക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് ആന്റിക്കൊന്ന് ആലോചിച്ചൂടെ? എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നിന്റെ അങ്കിളിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്കിളിന് ഏറെ പ്രിയപ്പെട്ട അലിനയെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചു. അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് സകല പണികളും കളികളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ബാലചന്ദ്രൻ എന്നോട് ഇത്രയും ചൊരുക്ക്. പിന്നെ നിങ്ങളെയും വീട്ടുകാരെ എല്ലാവരും ചിലപ്പോൾ അലീന മയക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. മനു അപ്പൊ വൈജയന്തിയോട് പറയുന്നുണ്ട്, അലീന പോയിട്ട് ഇത്രയായിട്ടും ആന്റിയുടെ നാക്കിൽ നിന്നോ മനസ്സിൽ നിന്നോ അലീന എന്ന പേര് പോയിട്ടില്ലല്ലോ. അങ്ങനെ പെട്ടെന്നൊന്നും അവളുടെ പേര് മറക്കണ്ട, ഇനിയും ആവശ്യം വരും. എനിക്കെന്തിനാണ് അവൾ ഓർത്തിരിക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ മനു പിന്നെയും പറയുന്നു, അലീന ഇവിടെ നിന്ന് പോയതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വരും. അന്നും ഇന്നും എന്നും ആന്റിക്ക് മറക്കാൻ കഴിയാത്തൊരു പേരാണ് അലീന എന്നത്. അതൊരിക്കലും മറക്കണ്ട, ഓർത്ത് വെച്ചു, ആവശ്യം വരുമെന്ന് പറയുന്നുണ്ട്. എന്താ മനു, നീ ഒരുമാതിരി കുത്തി പറയുന്ന പോലെ? ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നു, ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ആന്റി ഒരു വിഡ്ഢിയാണോ എന്ന്. ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആന്റി തന്നെയാണ്. ഞാൻ എന്ത് പിഴച്ചു? ഞാനാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വൈജയന്തി പറയുന്ന സമയത്ത് ആന്റിയുടെ പാസ്റ്റിനെ കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. എന്താ മനു, എന്റെ പാസ്റ്റിന് കുഴപ്പമെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മനു, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആന്റി നല്ല അടക്കവും ഒതുക്കവും നല്ല പതിവ്രതയായ ഒരു സ്ത്രീ ആയിരുന്നല്ലോ കല്യാണത്തിന് മുമ്പ്. കല്യാണത്തിന് ശേഷമോ അങ്കിളിനെ നല്ല രാജാവിനെ പോലെയല്ലേ നോക്കിയത്? ഇതൊക്കെ ഒന്ന് ഓർമ്മയിലിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ആന്റി പറഞ്ഞതുപോലെ ഇത് ആന്റിയുടെ വീടല്ല, അങ്കിളിന്റെ വീടാണ്. ഈ വീടിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൽ വ്യക്തമായിട്ട് ബാലചന്ദ്രൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലെവിടെയും വൈജയന്തി എന്നുള്ള പേര് കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയത് ആന്റിയുടെ വീടായി മാറുക? എനിക്കിതിൽ കൂടുതൽ ആന്റിയോട് സംസാരിക്കാൻ താല്പര്യമില്ല, എല്ലാം സമയമാകുമ്പോൾ ആന്റി അറിഞ്ഞോളൂ. ഇതും പറഞ്ഞ് മനു ബാലചന്ദ്രനെ കാണാൻ പോകുന്നു. അതിനുശേഷം വൈജയന്തി മനു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്.
മുകളിലെത്തുന്ന മനുവിനോട് ബാലചന്ദ്രൻ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. നിനക്കിന്ന് വർക്കില്ല എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഇല്ല അങ്കിൾ, ഇന്ന് നൈറ്റ് ആയിട്ടാണോ നീ പകലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഇല്ലെങ്കിൽ ഞാൻ കിട്ടുന്ന സമയത്ത് ഉറങ്ങാറുണ്ട്. പിന്നെ എന്റെ പ്രായത്തിൽ അങ്കിൾ ഇതുപോലെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എന്നെ പോലെയാണോ നീ? അന്ന് എനിക്ക് അതിനുള്ള കരുത്തുണ്ടായിരുന്നു. നീ അതുപോലെയാണോ? വെയിലേറ്റ പാടുന്ന പോലെയല്ലേ? അതിനുശേഷം മനു അലീന എന്നെ വിളിച്ചിരുന്നു. അലീനയാണ് പറഞ്ഞത് ഇവിടെ വന്നിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം, ഒറ്റയ്ക്കായി പോയി എന്നുള്ള തോന്നൽ ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചത് അവളാണ്. അവൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്, എല്ലാം ശരിയായി പഴയ പോലെ ആകും. ബാലചന്ദ്രൻ അപ്പൊ പറയുന്നുണ്ട്, അത് പ്രതീക്ഷ മാത്രമാണ് മനു. അവൾ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് തോന്നും. പിന്നെ വൈജയന്തിയുടെ വായ തുറന്നാൽ അതൊക്കെ പഴയ പോലെ തന്നെ ആയിരിക്കും. അതെനിക്കും തോന്നി. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഓരോ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ജീവിതം മടുത്തു മനു. ജീവിതത്തിൽ ഇനി ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. എല്ലാം ഉപേക്ഷിച്ച് ഒരു സ്ഥലം വരെ എനിക്ക് പോകണം. ആ പോകുന്ന സ്ഥലം പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തതായിരിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ മനു ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അപ്പൊ അങ്കിളിന്റെ മക്കളോ അവരെന്ത് പിഴച്ചു? അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അങ്കിൾ ഇവിടെ വേണ്ടേ? പിന്നെ അലീനയുടെ കാര്യം, അവൾക്ക് ഇപ്പൊ കിട്ടിയ സ്വന്തം പപ്പയേക്കാൾ എത്രയോ സ്ഥാനം മുകളിലാണ്. അവൾ ആദ്യം അച്ഛന്ന് വിളിച്ച അങ്കിൾ, അതൊരിക്കലും അങ്കിൾ മറക്കരുത്. ഇല്ല മനു, അവൾ എന്റെ ഒരു ആയുധമാണ്. എനിക്കിവിടെ ഒരു ബോംബ് പൊട്ടിക്കാനുണ്ട്, ഒരു വലിയ ബോംബ്. അതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് ബാക്കി തീരുമാനങ്ങളൊക്കെ നടന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അങ്കിളിന്റെ അടുത്തുനിന്ന് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്കിൾ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു. നമുക്കിതൊക്കെ പിന്നെ സംസാരിക്കാം, ഞാൻ പോകുന്നു. നീ പോരുന്നു എന്റെ കൂടെ എന്ന് മനുവിനോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് എന്താ, ഞാനും കൂടെ പോരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോവാണ്. പിന്നീട് കാണിക്കുന്നത് സ്റ്റാൻലിയാണ്. സ്റ്റാൻലി റൂമിലിരിക്കുന്ന സമയത്ത് വല്യപ്പച്ചൻ വന്നിട്ട് വീട്ടിലോട്ട് പോവാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്റ്റാൻലി എന്താ പെട്ടെന്ന്, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പോകുന്ന കാര്യം? പെട്ടെന്നല്ലടാ, ഞാൻ വന്നതിന് പിറ്റേന്ന് തന്നെ പോകണമെന്ന് കരുതിയതായിരുന്നില്ലേ? ഇത്രയും നീണ്ടു. അവിടെ നിന്ന് വിളിയോട് വിളിയാണ്. റോയിച്ചിനെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ എന്നും വിളിക്കും. നീ ഞാനൊന്നും ചെന്ന് അവിടെ സംസാരിച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയായിരിക്കില്ല. ഇല്ലെങ്കിൽ അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരുന്നു. ശരി, എന്നാൽ അപ്പച്ചൻ പോകുന്നതിന് മുമ്പ് അലീനയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വല്യപ്പച്ചൻ പറയുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്ത്, എന്നെ കയറി ഭരിക്കാനോ? അതല്ല അവളോട് പറയേണ്ടത്. പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് പോവരുത്. എനിക്ക് അടക്കവും ഒതുക്കവും ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു മകളെയാണ് വേണ്ടത്. അല്ലാതെ എല്ലാവരോടും ഇങ്ങനെ കുസ്തി പിടിക്കുന്ന മകളെയല്ല. അതൊക്കെ ഒന്ന് അവൾ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പച്ചൻ. ലാലിച്ച, നിനക്കൊരു വിചാരമുണ്ട്. നീ റിട്ടയർഡ് ആയിട്ടും നിന്റെ വിചാരം നീ ഒരു കേണലാണെന്നാണ്. ആ പട്ടാള ചിട്ടകളൊന്നും അവൾക്ക് മേലെ ഉപയോഗിക്കാൻ കഴിയില്ല. പെട്ടെന്ന് അവൾക്ക് അങ്ങനെ മാറാനും കഴിയില്ല. കാരണം അവൾ റിട്ടയർഡ് ആയിട്ട് വന്നിരിക്കുന്ന കേണലൊന്നും അല്ലല്ലോ. അവൾ കൊട്ടാരമറ്റത്തിൽ ഔതുകുട്ടിയുടെ കൊച്ചുമകളാണ്. അതുപോലെ തന്നെ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളും. അല്ലാതെ പിച്ചക്കാരന്റെ മകളൊന്നും അല്ല. അതിന്റെ വീറും വാശിയും എന്തായാലും അവൾക്ക് കാണും. ചിന്നമ്മയെ അപ്പച്ചന് കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമല്ലേ നമ്മുടെ തറവാടൊക്കെ കാണിക്കാൻ? ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് എല്ലാവരും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ശരിയാക്കട്ടെ. അതിനുശേഷം ആവാം ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. വല്യപ്പച്ചനെ യാത്ര അയക്കാൻ വേണ്ടി അലീന പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് അലീനയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. വല്യപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്നത് അലീനയ്ക്ക് ഒരു താങ്ങും കൂട്ടും ഒക്കെ ആയിരുന്നു. എന്തിനാ വല്യപ്പച്ചൻ ഇപ്പൊ പോണേ? ഞാൻ 2 ദിവസം കഴിഞ്ഞ് അങ്ങ് വരുമല്ലോ മോളെ എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനെ പോവേണ്ട ആവശ്യം? എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. വല്യപ്പച്ചൻ പോയാൽ ശരിക്കും ഞാനിവിടെ ഒറ്റയ്ക്കാവും. ഞാനും കേണലും തമ്മിൽ പിണക്കത്തിലാണെന്ന് വല്യപ്പച്ചൻ അറിയാലോ. പിന്നെ ഇവിടുത്തെ പണിക്കാർക്കാണ് എന്നെ കണ്ടൂടാ. മോൾ ഇനി വേറെ കാര്യങ്ങൾക്കൊന്നും ഇടപെടാൻ പോകണ്ട. പിന്നെ ആ പണിക്കാരോട് ഗുസ്തി പിടിക്കാനും പോകണ്ട. വല്യപ്പച്ചൻ പോയി 2 ദിവസം കഴിഞ്ഞിങ്ങ് വരാം. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ നിന്നെയും കൂടെ നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാം. നിനക്ക് അവിടേക്ക് ഒന്ന് കാണണ്ടേ? ഞാനാദ്യം ഇവിടെ ഒന്ന് നിലയുറക്കട്ടെ വല്യപ്പച്ച, എന്നിട്ട് നമുക്ക് നമ്മുടെ തറവാട് കാണാം. അതും പറഞ്ഞ് അലീന വല്യപ്പച്ചന് യാത്ര അയക്കുന്നു. അടുത്ത എപ്പിസോഡിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.